വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ പടിവാതിൽക്കൽ നിന്ന് മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും അടുത്തെത്തിയിട്ടുണ്ട് എക്സാമുകളൊക്കെ അല്ലെ. അപ്പൊ പഠിച്ചു തുടങ്ങാത്തവർ വേഗം പഠിച്ച് വന്നോളാം. നമ്മുടെ ഹിന്ദിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട് അല്ലെ. ഓക്കെ, യെസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എന്ത്? ബാത് ഉസ് മംഗൾവാർ കി എന്ന് പറയുന്നത്. കാര്യം ആ ചൊവ്വാഴ്ച ദിവസത്തേതാണ്. ആ ചൊവ്വാഴ്ച ദിവസത്തിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊരു ഡയറിയാണ്. എന്താണ്? ഡയറിയാണ്. ഈ പാഠത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ നമ്മൾ ഒരാളെ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഒരു നല്ല ഡോക്ടർ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഒരു അടിപൊളി വ്യക്തി അല്ലെ. അതായത് പാവങ്ങളെ ചികിത്സിക്കുക എന്ന് പറയുന്നതാണ് ഒരു ഡോക്ടറിന്റെ കർത്തവ്യം, അല്ലാതെ പണം വാരുക എന്നുള്ളതല്ല എന്നുള്ളത് തെളിയിച്ചു തന്ന ഒരു വനിത അല്ലെ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രമണി അഡ്കുരി എന്ന് പറയുന്ന ഡോക്ടറെ കുറിച്ചിട്ടാണ്. വളരെ വലിയ ഒരുപാട് സാമൂഹിക സേവനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ല ഡോക്ടറാണ് രമണി അഡ്കുരി എന്ന് പറയുന്നത് അല്ലെ. അവരുടെ ഒരു ദിവസത്തെ ഡയറിയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. എന്താണ്? ബാത് ഉസ് മംഗൾവാർ കി. ഈ ഒരു പാഠത്തിൽ നിന്ന് മിസ്സേ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. എന്താണിത്? രമണി അഡ്കുരിയെ കുറിച്ച് എഴുതുക. ഇതാണ് കാലങ്ങളായിട്ട് ഈ ചോദ്യപേപ്പർ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇത് ചോദിച്ച് എല്ലാവർക്കും അടുത്തിട്ടുണ്ട്. ഇനിയും ചോദിക്കും. എന്താണ്? ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? രമണി അഡ്കുരിയെ കുറിച്ച് എഴുതുക എന്ന് പറയുന്നത്. ഓക്കെ, രമണി അഡ്കുരിയുടെ ചരിത്രഗത ടിപ്പണി, ചരിത്രഗത വിശേഷണ, പിന്നെ ചരിത്ര ചിത്രൻ, രമണി അഡ്കുരി കെ ബാരെ മേ ലിഖിയേ. ഇങ്ങനെ ഈ 4 രീതിയിലും ഈ ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. 4 രീതിയിൽ ചോദിച്ചാലും നിങ്ങൾ ഒരേ ഒരു ഉത്തരമാണ് എഴുതേണ്ടത്. എന്താണ്? രമണി അഡ്കുരിയുടെ സ്വഭാവ സവിശേഷതകൾ പ്ലസ് അവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുക എന്ന് പറയുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ്? ആദ്യം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ എഴുതുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇനിയും കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് പഠിക്കാതെ ബാത് ഉസ് മംഗൾവാർ കി എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും ഇത് പഠിക്കാതെ നിങ്ങൾ പോകാനേ പാടില്ല. ഓക്കെ, എന്താണ്? രമണി അഡ്കുരി അല്ലെ. എന്താണ്? രമണി അഡ്കുരി എന്നുള്ളത് നിങ്ങളൊരു ചക്ക വലുപ്പത്തിൽ എഴുതി വെച്ചോളാം. അത് കഴിഞ്ഞിട്ട് ഓരോ പോയിന്റ് ആയിട്ട് പഠിക്കാം. പഠിക്കുമ്പോൾ പോയിന്റ് ആയിട്ട് പഠിക്കാം. എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? കുറിപ്പായിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, യെസ്. എങ്ങനെയാണ് തുടങ്ങുന്നത് നോക്കിക്കേ. ഡോക്ടർ രമണി അഡ്കുരി ഏക് സമാജ് സേവിക ഹേ. ഇങ്ങനെ വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഡോക്ടർ രമണി അഡ്കുരി ഒരു സമാജ് സേവികയാണ്. സമാജ് സേവിക എന്ന് വെച്ചാൽ സമൂഹത്തെ സേവിക്കുന്ന ആളാണ്. അതായത് സമൂഹത്തിന് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ് സമാജ് സേവിക. സമാജ് എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ സമൂഹം എന്ന് പറയും അല്ലേ. ഓക്കെ, उड़ीसा, मध्य प्रदेश और छत्तीसगढ़ के आदिवासी इलाकों में पिछले 20 सालों से कार्यरत डॉक्टर है. ഓക്കെ, നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ്? ഒഡീസ, പിന്നെന്താണ്? നമ്മുടെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലെ ആദിവാസി ഇലാക്കോമേ. ആദിവാസികൾ താമസിക്കുന്ന പ്രദേശം. ഇലാക്കോ എന്ന് വെച്ചാൽ എന്താണ്? പ്രദേശമാണ് കേട്ടോ. എന്താണ്? പ്രദേശത്ത്. പിച്ചലെ എന്ന് വെച്ചാൽ എന്താണ്? കഴിഞ്ഞ എന്നുള്ള അർത്ഥം കേട്ടോ. കഴിഞ്ഞ 20 സാലോസെ 20 വർഷങ്ങളായിട്ട് കാര്യരത് പ്രവർത്തിക്കുന്ന ഡോക്ടറാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ രമണി അഡ്കുരി എന്ന് പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ത്? വ ഗരീബ് ലോഗോ കോ മുഫ്ത് മേ ഇലാജ് ദേനെ വാലെ എക് അച്ചി ഡോക്ടർ ഹേ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ്? ഒരു ഡോക്ടർക്കും പറ്റാത്ത ഒരു കാര്യമാണിത്. ഒരു ഡോക്ടർക്കും പറ്റാത്ത കാര്യം എന്നല്ല, ഒരുപാട് ഇങ്ങനെയുള്ള നല്ല ഡോക്ടർമാരും ഉണ്ട്. മുഫ്തായിട്ട് ഫ്രീ ആയിട്ട് ഒരു ഡോക്ടർ ചികിത്സിക്കുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അത് അത്രയ്ക്കും നല്ല മനുഷ്യന്മാർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് അല്ലേ. അതേപോലെ നമ്മുടെ രമണി അഡ്കുരി എന്താണ് ഇവിടെ? ഗരീബ് ലോകോക്കോ, ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക്. ഗരീബ് എന്ന് വെച്ചാൽ എന്താണ്? ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്ക്. മുഫ്ത് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീ ആയിട്ട് അല്ലെ. എന്താണ്? ഫ്രീ ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? ഇലാജ് ദേനെ വാലെ, ചികിത്സ നൽകുന്ന. ഇലാജ് എന്ന് വെച്ചാൽ ചികിത്സയാണ് കേട്ടോ. എന്താണ്? ചികിത്സയാണ്. ചികിത്സ നൽകുന്ന എന്താണ്? ഏക് അച്ചി ഡോക്ടർ ഹേ, ഒരു നല്ല ഡോക്ടറാണ് എന്ന് പറയാണ് അല്ലെ. മംഗൾവാർ മേ വ ഛത്തീസ്ഗഡ് ജാത്തെ ഹേ. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവരെങ്ങോട്ട് പോവാറുണ്ട്? ഛത്തീസ്ഗഡിലേക്ക് പോവാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഭാഗങ്ങളാട്ടോ. അതൊക്കെ നമുക്ക് രമണി അഡ്കുരിനെ കുറിച്ചിട്ട് എന്താണ് എഴുതി വെക്കാൻ സാധിക്കും അല്ലെ. ഓർ ബിനാ ലൈറ്റ് പങ്കെ കെ ബീച്ച്, ഒരു ലൈറ്റും ഒരു ഫാനും ഒന്നും ഇല്ലാത്തതിന്റെ നടുവിൽ ഏക് ചോപ്പടി എന്ന് വെച്ചാൽ കുടിലാണ്. എന്താണ്?
ഒരു കുടില്ലേ, വലിയ ബിൽഡിങ്ങുകളിലൊക്കെ ഇരുന്നിട്ടാണോ, വളരെ വലിയ റൂമിലൊക്കെ ഇരുന്നിട്ടാണോ അവർ ഇതാക്കുന്നത്, ചികിത്സിക്കുന്നത്? അല്ല. ആ ഒരു ആദിവാസി ഇലാക്കയിൽ പോയിട്ട്, പ്രദേശത്ത് പോയിട്ട് ലൈറ്റും ഫാനും ഒന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു കുടിലില് എന്ത് ചെയ്യാണ്? മരീസോം കോ ദേഖ്താ ഹേ. മരീസോം എന്ന് വെച്ചാൽ രോഗികളാണ്. എന്താണ്? രോഗികളെ എന്ത് ചെയ്യുന്നു? രോഗികളെ അവര് നോക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. യെസ്, അത്രയ്ക്കും നല്ലൊരു ഡോക്ടറാണ്. घने जंगलों में सफर कर नदी पार कर बिना फीस लोगों को इलाज करना रमणी अटकुरी के अलावा अन्य अधिक लोग नहीं कर सकते हैं. എന്താ പറയുന്നത്? ഘനേ ജംഗലോമി, നമ്മുടെ രമണി അട്കുരി എങ്ങനെയായിരുന്നു അങ്ങോട്ട് പോവാറ്, അവരെങ്ങനെയാണ്, എത്രത്തോളം അനുഭവിച്ചിട്ടാണ് അങ്ങോട്ട് പോവാറ് എന്നുള്ളതാണ് നമ്മുടെ ഡയറിയിൽ ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. ഘനേ ജംഗലം, ഘനേ ജംഗലം എന്ന് വെച്ചാൽ ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് അല്ലെ, കൊടും കാട്ടിലൂടെ അല്ലെ, കൊടും കാട്ടിലൂടെ സഫർ കർ, സഫർ എന്ന് വെച്ചാൽ എന്താണ്? യാത്രയാണ് അല്ലെ. യാത്ര ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്ത് നദി പാർക്കർ, നദി എന്ത് ചെയ്തിട്ട്? ക്രോസ് ചെയ്തിട്ട്, നദികളൊക്കെ കടന്നു പോയിട്ട് ബിനാ ഫീസ്, ബിനാ ഫീസ്, ഫീസ് ഒന്നും കൂടാതെ, ബിനാ ഫീസ് എന്ന് വെച്ചാൽ ഫീസ് ഒന്നും മേടിക്കാതെ, നമ്മുടെ ഫീസ് കേട്ടോ, നമ്മുടെ ഇംഗ്ലീഷിലെ ഫീസ് തന്നെയാണ്, ഫീസ് ഒന്നും മേടിക്കാതെ ലോഗോങ്കോ ഇലാജ് കർണ, ജനങ്ങളെ ചികിത്സിക്കുക എന്ന് പറയുന്നത് രമണി അട്കുരിക്ക് അലാവ അന്യ അധിക് ലോഗ് നഹി കർ സക്തേ ഹേ. രമണി അട്കുരിയെ കൂടാതെ വേറെ കുറെ ആൾക്കാർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് കുറച്ച് റെയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ത്? വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എവിടെയാണോ രോഗികളുള്ളത് അവിടേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ ചികിത്സിക്കുക, അതും ഫ്രീ ആയിട്ട്, മുഫ്തായിട്ട്, ബിനാ ഫീസ് അല്ലെ, ഒരു ഫീസും മേടിക്കാതെ അവരെ ചികിത്സിക്കുക എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, യെസ്, അടുത്ത പോയിന്റ് നോക്കിക്കേ. വേ ഡോക്ടർ കോ വ്യാപാർ നഹി മാൻതി ഹേ. ഡോക്ടറി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ ഡോക്ടർ എന്ന് പറയുന്ന ഈ പണിയെ അവര് വ്യാപാരമായിട്ടല്ല കാണുന്നത്. പൈസ മേടിക്കാൻ വേണ്ടി മാത്രമുള്ള സംഭവമാണോ ഡോക്ടർ എന്ന് പറയുന്നത്? അല്ല, അവര് ബാക്കിയുള്ളവരെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡോക്ടർ എന്ന് കരുതുന്ന ഒരു സ്ത്രീയാണ് അല്ലെ. അപ്പൊ ഓക്കെ, നോക്കിക്കേ, അവരങ്ങനെയാണ് വിചാരിക്കുന്നത്. ഉൻകെ അനുസാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഹർ ഡോക്ടർ, എല്ലാ ഡോക്ടർമാരും സമാജ് സേവക് ഹേ, സമാജിനെ, സമൂഹത്തെ സേവിക്കേണ്ട ആൾക്കാരാണ്. ഓക്കെ, നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ എഴുതിയിരിക്കണം. നോക്കിക്കേ, വഹ് ബഹുത് ഈമാൻദാർ ഓർ കഠിൻ മെഹനത് കർനെ വാലി ഡോക്ടർ ഹേ. അവരെന്താണ്? ബഹുത് ഈമാൻദാർ. ഈമാൻദാർ എന്ന് വെച്ചാൽ എന്താണ്? വളരെ സത്യസന്ധത അല്ലെ. ഈമാൻദാർ എന്ന് വെച്ചാൽ സത്യസന്ധ എന്നുള്ള അർത്ഥമാണ്. ഓണസ്റ്റി ഉള്ള ആളാണ് അല്ലെ, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള, വളരെ സത്യസന്ധത കാണിക്കുന്ന, എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ഈമാൻദാരി അല്ലെ. വളരെ ഈമാൻദാരിയോട് കൂടി വർക്ക് ചെയ്യുന്ന. കഠിൻ മെഹനത്, കഠിൻ മെഹനത് ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെ. എന്താ കഠിൻ മെഹനത്ത്? എന്താണ്? ഹാർഡ് വർക്ക് ആണ് അല്ലെ. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ രമണി അട്കുരിയുടെ ആ ചരിത്രകഥ, വിശേഷത അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ആ ഒരു കാര്യം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലെ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ ഇത് പഠിച്ചു വെക്കണം. ഇത് പഠിക്കാതെ എക്സാമിന് പോവാനേ പാടില്ലേ. ഓക്കെ, യെസ്. അപ്പോൾ ഇതേപോലുള്ള കോണ്ടന്റുകളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.